നമസ്കാരം. മീനൻ രാശിക്കാരായ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ 1201 ആണ്ട് പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിലുള്ളത്. പുരുരുട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഉത്രട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ശനിയാണ്. രേവതി നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ബുധനാണ്. ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. നിങ്ങളുടെ രാശിയാധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 4ാം ഭാവത്തിലാണ്, പറഞ്ഞാൽ കേന്ദ്രത്തിലാണ്. ഒക്ടോബർ 18 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് മാറും. വർഷം മുഴുവനും വ്യാഴം നിങ്ങൾക്ക് അനുകൂലത്തിലാണ്. അതുപോലെ തന്നെ ശനി നിങ്ങളുടെ ജന്മരാശിയിലാണ്, അതുകൊണ്ട് ശനിദോഷമുണ്ട്. രാഹു 12ാം ഭാവത്തിലും കേതു 4ാം ഭാവത്തിലുമാണ്. പുതുവർഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണഫലങ്ങളാണ് കൂടുതൽ കിട്ടുക. 4ലുള്ള വ്യാഴം കേന്ദ്രത്തിലാണ്, അതുകൊണ്ട് തന്നെ രാജയോഗപ്രദമായ വ്യാഴത്തിന്റെ ഗുണങ്ങളാണ് കിട്ടുക. പുതിയ വീട്, വാഹന ഭാഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിവാഹ ഭാഗ്യം, കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കും. മാതാവിൽ നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടും. 5ലുള്ള വ്യാഴം നിങ്ങൾക്ക് ബുദ്ധി സാമർത്ഥ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും, ജോലിയിൽ പ്രമോഷൻ, അതുപോലെ ശമ്പള വർധനവിന്, പുതിയ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കലാ സാഹിത്യാദി രംഗത്തൊക്കെ നല്ല നേട്ടങ്ങളും ലാഭവും വന്നു ചേരും. ദൈവഭക്തി വർദ്ധിക്കും. ശനി നിങ്ങളുടെ ജന്മരാശിയിലാണ്, അതുകൊണ്ട് തന്നെ 7.5 ശനിയുടെ 2ാം ഘട്ടമാണ് നിങ്ങൾക്ക്. ശനിയുടെ ഒരു സമ്മിശ്ര ഫലമാണ് അതുകൊണ്ട് കിട്ടുക. ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. പിന്നെ ദൃഷ്ടിദോഷം ഉണ്ടാകും. രാഹു 12ലുള്ളത് നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും. അതുപോലെ കേതു 6ലുള്ളത് നിങ്ങൾക്ക് നല്ലതാണ്. കുടുംബത്തെ ഐശ്വര്യം വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും. ശത്രുക്കളുടെ മേൽ വിജയിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. തടസ്സങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് ജീവിത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ വർഷം പോസിറ്റീവ് ഫലമാണ് കിട്ടുക. പരിഹാരമായിട്ട് നിങ്ങൾ ശനിയാഴ്ചകളിലൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച എള്ളുതിരി കത്തിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ ദോഷം മാറി നിങ്ങൾക്ക് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ